മമ്മിയുടെ ബോധം പോയി തോന്നുന്നു. ശരിക്കും വാ, നമുക്ക് എന്റെ മമ്മി അവിടെ കിടത്താം. ഓക്കെ ക്ലാര. ക്ലാര, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രേതം ഇനി എപ്പോ പോകും? സാധാരണ പ്രേതങ്ങളൊക്കെ നേരം വെളുത്തു കഴിഞ്ഞ് പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ വെളുപ്പ് 4 മണിയായില്ലേ? എന്നാലും ഈ പ്രേതത്തിന് നേരവും കാലവും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അതെന്താ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഈ പ്രാവശ്യം നമ്മള് ആദ്യം ടെറസ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ചെയ്തു. പിന്നത്തെ മമ്മി വന്നപ്പോ മമ്മിയുടെ അടുത്തേക്ക് പോയി. പിന്നെ നമ്മളെ താഴത്തേക്ക് തന്നെ എത്തിച്ചു. എന്തൊരു കഴിവുള്ള പ്രേതം! നമ്മൾ വിളിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീണല്ലോടി. അവരും വീണിട്ടുണ്ട്. അവരെയും പ്രേതം ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നും അവര് ചെയ്യുന്നില്ല. അത് നമ്മളല്ലേ അവിടെ വിളിച്ചു വരുത്തിയത്. അതിന് പകയോ? ജെന്നി, നമ്മള് മരിക്കോ ഇന്ന്? അറിയില്ല ക്ലാര. ഇന്നത്തോടെ നമ്മുടെ കഥ കഴിയോ ക്ലാര? ഐ ഡോണ്ട് നോ ജെന്നി. എനിക്ക് പേടിയാവുന്നു ക്ലാര. ആ പ്രേതം നമ്മളെല്ലാവരും തീർത്ത് കളയോ? ഐ ഡോണ്ട് നോ ക്ലാര. ഇത് നമ്മുടെ ലാസ്റ്റ് ആൾക്കായിരിക്കും ചിലപ്പോ. ഇന്ന് നമ്മളെല്ലാവരും പേടിയാവാൻ പോവാ. അതെ ജെന്നി. എന്റെ മമ്മി എഴുന്നേക്കുന്നില്ലല്ലോ ക്ലാര. എന്റെ മമ്മി മരിച്ചു പോയോ? ഇല്ല, അങ്ങനൊന്നും സംഭവിക്കില്ല ജെന്നി. മമ്മി ബോധം കെട്ടതല്ലേ. എനിക്ക് പേടിയാവുന്നു. എനിക്ക് അതിലേറെ പേടിയാവുന്നു. നിന്റെ കണ്ണ് അടിയടോ. ഞാൻ എന്താ കാട്ടാ? ഇന്ന് നമ്മൾ ചെയ്യാം. എല്ലാരും ആ കട്ടന്മാർക്കൊന്ന് നോക്കാം. എന്താ എന്താ എവിടെ? അങ്ങോട്ട് നോക്ക് ചേച്ചാ. കട്ടന്മയ്ക്ക് പ്രേതം മാത്രമേ. പ്രേതം ശരിക്കും ഉണ്ട്. ശരിക്കും നോക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കണ ധൈര്യമില്ല. അവിടെ പ്രേതം തേങ്ങയൊന്നും ഉണ്ട് ചേച്ചി, ഉണ്ട്. ഞങ്ങൾ കണ്ടതാ. ഞങ്ങൾ കണ്ണ് തള്ളിയതാ. കുറെ നേരം പ്രേതം ആന തേങ്ങ എന്നൊക്കെ പറയുന്നു. ഇവിടെ എവിടെ പ്രേതം കൊണ്ടൊന്നുമില്ല. ഒക്കെ നിങ്ങളുടെ തോന്നല. അല്ലെങ്കിൽ എന്നെ പറ്റിക്കാനുള്ള ഒരു അടവ്. ഇവരെ കൊണ്ട് തോറ്റല്ലോ. അമ്മേ ഒന്ന് വാ. ഇവരേക്ക് അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടൊന്നും വയ്യ. അമ്മ ആണെങ്കിൽ പോവുകയും ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിലക്കിട്ട് എനിക്ക് സുഖമായി ഉറങ്ങായിരുന്നു. ഇവരെ കൊണ്ട് തോറ്റു. എങ്ങനെയാണ് ഞാൻ ഉറങ്ങട്ടെ? എന്നെ ശല്യപ്പെടുത്തല്ലേ. ഞാൻ നിങ്ങളോട് എന്ത് ഗതി ചെയ്താ എന്റെ ഉറക്കം ഇങ്ങനെ പാഴാക്കുന്നേ? ഞാൻ നിങ്ങളെ എന്താ ചെയ്തു? പ്രേതം, അത് ഇത്, തേങ്ങ, മാങ്ങ, എന്തൊക്കെയാ ഇവിടെ? ഓ, ഞാനൊന്ന് ഉറങ്ങട്ടെ. എത്ര ദിവസമായി നേരം നല്ലതിൽക്ക് ഉറങ്ങട്ടെ. ഇനിയും എന്റെ കുട്ടികളെ മുണ്ടാണ്ടിരിക്കും. ആ കർട്ടൻ വെക്ക്. ഒന്നും കൂടി നോക്കി നോക്കാം. ചിലപ്പോ നമുക്ക് തോന്നിയതാണെങ്കിലും വാണ പാത്തിങ്ങി നോക്കണം. അത് ശരിക്കുണ്ടോ ഇല്ലേന്ന് അറിയണം. നമുക്ക് തോന്നിയാണെങ്കിലോ ആ പ്രേതം പോയിട്ടുണ്ടെങ്കിലോ? രാവിലെ ആവാനായില്ലേ? ചിലപ്പം പോയിട്ടുണ്ടാവും. നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒരു ശക്തി മാത്രമേ രാവിലെ ആകുമ്പോ പോവുള്ളൂ. ഓടി പോകുന്നില്ല. ഒന്നും കൂടി ലാസ്റ്റ് നോക്കാം. ചേച്ചിയുടെ മേത്ത് പ്രേതം കേറി. എനിക്ക് ഉറങ്ങിക്കോ. ചേച്ചിനോട് ആരപ്പോ ഉറങ്ങണ്ട പറഞ്ഞേ? ചേച്ചി ഉറങ്ങിക്കോ. വേണ്ട, എനിക്ക് ഉറങ്ങണ്ട. പ്രേതം കേറി. ചേച്ചി പോയും ചെയ്തല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രേതം നമ്മൾ കഴിക്കും. അതന്നെ, പ്രേതം നമ്മൾ കഴിക്കും. മമ്മി ബോധം കെട്ടതല്ലേ? ആണോ? മമ്മി ബോധം കെട്ടതാണ്. അതാരോ ജെന്നി? നീയല്ലേ ക്ലാര? അത് ഞാനാ. ക്ലാര, അതേത് ഞാനാ? ചിലപ്പോ മമ്മി ആയിരിക്കോ പറയുന്നത്. മമ്മിയല്ല, ഞാനാ. ഏതോ ഞാൻ? അതൊന്നും നിങ്ങളിപ്പോ അറിയണ്ട. ക്ലാര, സോ ഡിഫിക്കൽട്ട്. ഞാനും അപ്പൊ മമ്മിയെ പോലെ തല കറങ്ങി വീഴും. വേണ്ട ചെന്നി, പിന്നെ ഞാൻ മാത്രമാവും സുബോധത്തില്. വേണ്ട ചെന്നി, അങ്ങനെ ഒരു കടുത്ത തീരുമാനം നീ എടുക്കല്ലേ. ക്ലാര, ആന്റി എന്താ പറക്കുന്നത്? I don't know anything, ക്ലാര. I don't know. ഹൂജോ ബോർഡ് കണ്ടുപിടിച്ചെന്റെ തല പൊളിയട്ടെ. അവരെ പറഞ്ഞ കാര്യം നമ്മളല്ലേ ഇപ്പൊ ഇതെടുത്ത് പ്രയോഗിച്ചത്. കരിന അല്ല, എലീനെ പ്രേതമേ, നിങ്ങളെ വെറുതെ വിട്ടേക്ക്. എന്റെ മമ്മിയെ താഴെ ഇറക്കൂ പ്ലീസ്. അയ്യോ, എന്റെ മമ്മി ഒന്നും ചെയ്യല്ലേ. എന്റെ മമ്മി ഒരു പാവാ. എന്റെ മമ്മി ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് വന്നതാ. മമ്മി ഒന്നും ചെയ്യല്ല ഗസ്റ്റ്. നീ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. Don't disturb my mom. She was so innocent and she was so good girl in the world. She was my hero. Don't hurt her. She was so precious. My mom took me. I love her more than me. Don't hurt my mom, Ghost. എല്ലാം ഞങ്ങളുടെ തെറ്റാ ഗോസ്റ്റ്. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ആന്റിനെ വെറുതെ വിടും. പാവം ആന്റി ഒരു തെറ്റും ചെയ്തിട്ടില്ല.
പ്ലീസ് ഗോസ്റ്റ് ആനെ ലീവ് ചെയ്യൂ പ്ലീസ് ഷി വാസ് സോ ഇന്നസെന്റ്. മമ്മിയോട് സ്നേഹമുണ്ടോ? അതെന്താ മറ്റുള്ളവരോട് നിങ്ങൾക്കില്ലാത്ത? ഉറങ്ങിക്കിടക്കുന്ന എന്നെ ഉണർത്തിയ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടില്ല. സമാധാനത്തോടെ ഉറങ്ങി കിടന്ന എൻ്റെ ആത്മാവിനെ ഉണർത്തിയ നിങ്ങൾ അനുഭവിക്കും. ഞങ്ങൾ മാത്രമല്ല വേറെ ചിലരൊക്കെ ഉണ്ട്. അവരെയും ഞാൻ വെറുതെ വിടില്ല. ആരെയും